വയനാട് പോകുമ്പോൾ പോത്തുംകാല് തിന്നണമെന്ന് ആരോ പറഞ്ഞുണ്ടാക്കി. മുമ്പ് കഴിച്ചു പോയ പോത്തുംകാലും കണ്ടിട്ട് ഞാനും സത്യം പറഞ്ഞ അന്തം വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എത്തി. സാധനം എത്തിയപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്, അതിലൊരു പോത്തുംകാല്, 2 പോത്തുംകാലാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ഇതിനെ ആ ഒരു എല്ല് പോലെ ആക്കാൻ എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇതിൻ്റെ കൂടെ പിന്നുള്ളത് പൊറാട്ട, ടയർ പത്തൽ, കുറച്ച് നെയ്ച്ചോറും. ഈ പോത്തുംകാലിൻ്റെ ഗ്രേവിയും കൂട്ടി ടയർ പത്തൽ തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ മലപ്പുറംകാർ ഇത് തിന്നാൻ വേണ്ടി ചുരം കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മലപ്പുറംകാർ മസാല ഇല്ലേ, അത് കൂട്ടിയിട്ട് 8 മണിക്കൂറോളം രാത്രി നൈറ്റ് കുക്കിംഗ് ചെയ്യണം. ഈ രാവിലെ കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നൈറ്റ് കുക്കിംഗ് ചെയ്ത് നല്ല പോലെ വേവിച്ചെടുക്കണം. എന്നാൽ ഇതുപോലെ കണ്ടല്ലോ കുറേ നേരം തട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം തട്ടിയെടുത്താൽ മതി. എനിക്ക് തോന്നുന്നത് കുറച്ച് വേവ് കുറവായിരുന്നു എന്ന്. കാരണം കടിച്ചിട്ട് പല്ലിൻ്റെ ഉള്ളിൽ ഫുള്ള് കുടുങ്ങിയിട്ടുകൊണ്ട് തട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഈ സാധനം വരുന്നുമില്ല. ഇത് മുറിച്ചെടുക്കാൻ വേണ്ടി ഇതിന് മേലെ ഒരു കത്തിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ പറയുക, ലാസ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലൊക്കെ നല്ല എരിവായിരിക്കും.